ഗൈസ്, വെൽക്കം ടു പുതിയ വീഡിയോ. നമ്മളിന്ന് വീണ്ടും വന്നിരിക്കുന്നത്, ഇപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ പുതിയൊരു ക്രാഫ്റ്റ്മാൻ 5യുടെ പുതിയ സീരീസ്, പുതിയ സർവേ വേൾഡ് തുടങ്ങാൻ പോവുകയാണ്. ഓക്കെ, നമ്മളിപ്പോൾ അത് ഇൻട്രോ പറയുന്ന മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനലിൽ വരുമെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ ഏതൊരു ഫോമിൽ ഇതിട്ടേക്കുവാണ്. ഇപ്പോൾ എന്നെ ഇത് കാണാൻ പറ്റുന്നുണ്ട്. ഇതിപ്പോൾ കളിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു മൈൻക്രാഫ്റ്റ് കൂട്ടുള്ള ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉള്ളൊരു ഗെയിമാണ്. ഞാനിപ്പോൾ ഇത് കളിക്കുന്നത്. ഇതിൻ്റെ പേര് ക്രാഫ്റ്റ്മാൻ എന്നാണ്. ഇതിനകത്തായിരിക്കും ഞാൻ കൂടുതൽ സീരിയസ് മുമ്പോട്ട് ഞാൻ വീഡിയോ തുടങ്ങുന്നത്. ഇവിടുത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ടോ, നിങ്ങൾക്കൊക്കെ ഈ ഗെയിം അറിയായിരിക്കും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു നല്ല വില്ലേജിലാണ് നിൽക്കുന്നത്. ഇതിൻ്റെ പേര് ഞാനിപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ഇത് കുറേ വീടുകളൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, ഇതിപ്പോൾ വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫസ്റ്റ് ആക്കിയിട്ട് ഓക്കെ ഇതിപ്പോൾ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് ആദ്യം നിങ്ങൾക്ക് അറിയുന്നവർക്ക് ഇത് അറിയായിരിക്കും, പക്ഷെ അറിയില്ലാത്തവർ ഞാനിത് എന്നെപ്പോലെ ഞാൻ ടിപ്സ് കുറച്ച് പറഞ്ഞുതരാം ഇതെങ്ങനെ കളിക്കേണ്ടെന്ന്. ഓക്കെ നിങ്ങൾ ചുമ്മാ ഇതൊക്കെ നിങ്ങൾക്കിതൊക്കെ അറിയാം. ജോയ്സ്റ്റിക്ക്, പിന്നെ ക്രൗച്ച്, പിന്നെ ഇതല്ല ജമ്പ്, പിന്നെ റണ്ണ്, പിന്നെ വാളിൻ്റെ വെക്കാൻ പറ്റുന്ന ഇത് റൈറ്റ് ക്ലിക്ക് ചെയ്യാനോ എന്തെങ്കിലും ക്ലിക്ക് ചെയ്യാനോ സംഭവമാണ്. ഓക്കെ, നമ്മൾ ആദ്യമായിട്ട് ഇതിൽ വരുമ്പോൾ നമുക്കിവിടെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു മരം കണ്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ ആ മരത്തിന് നമ്മളിങ്ങനെ ഇതുകൊണ്ട് വാളുകൊണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുകൊണ്ട് ഇത് പൊട്ടുന്ന പോലെ ഇങ്ങനെ കാണിക്കും. നമ്മുടെ ആദ്യത്തെ ലോഗ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ മരത്തിൻ്റെ. ഒരു കാര്യമുണ്ട്, ഞാനിപ്പോൾ കുറേ വീഡിയോ കണ്ടിട്ട് ഈ ആദ്യത്തെ ലോഗ് നമ്മുടെ ഇതുകൊണ്ട് ഇവിടെ വെക്കണം. നമ്മുടെ ആദ്യത്തെ ലോഗാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവനെന്താടാ. ഓക്കെ ഗൈസ്, നമ്മൾ അതുപോലെ അവിടെ നമ്മൾ ആദ്യത്തെ പൊട്ടിച്ചിട്ട് ബാക്കിയെല്ലാം വെച്ചിട്ട് നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ തുടങ്ങാം. ഓക്കെ, ഈ മരത്തിൻ്റെ അടുത്തെന്ന് വെച്ചാൽ ഒരു കൃഷിയുടെ അടുത്തായിരുന്നു. ഓക്കെ, ഞാനൊരു പ്രോ, എനിക്കിതൊക്കെ കളിക്കാൻ നന്നായിട്ട് അറിയാം. ഞാനൊരു പ്രോയാണ്. ഞാനൊക്കെ ഇത് ഒരുപാട് കളിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇതിപ്പോൾ ഇതെടുത്തിട്ട് ഓക്കെ നമുക്കൊരു കാര്യം ചെയ്യാനുണ്ട്. പെട്ടെന്ന് നൈറ്റ് ആയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ഒന്ന് ഉറങ്ങിയിട്ട് വരാം. ഓക്കെ, നമുക്കിവിടെ ഉറങ്ങാനായിട്ട് എന്താണ് ഓപ്പൺ ചെയ്യുക. ഇവിടെ ഒരാൾ കിടക്കുന്നു, നോക്കിക്കേ. ഇതുകൊണ്ടോ ഇവിടെ എണീച്ച് ഞാൻ ഉറങ്ങട്ടെ. ഓക്കെ, രാത്രിയാകുമ്പോൾ മോപ്സ് വരുന്നതാണ്. അതുകൊണ്ടാണ് മോപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുറേ സോംബിയും പിന്നെ കുറേ ക്രീപ്പർ എന്ന് പറഞ്ഞ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ അറ്റാക്ക് ചെയ്യും. അതുകൊണ്ട് അറ്റാക്ക് ചെയ്യുന്നതാണ്. അതാണ് ഈ വില്ലേജിൻ്റെ ബോഡിഗാർഡ് സംരക്ഷിക്കുന്ന ആളാണ്. നമ്മൾ മരം വെട്ടിയത് മൊത്തം കൊഴിഞ്ഞു പോയോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഈ അറിയില്ലാത്തവർ എന്നെ കണ്ട് ഇത് പഠിച്ചാൽ നമ്മളിപ്പോൾ അവിടെ ഒരു ക്ലിക്ക് എന്ന് പറഞ്ഞ സംഭവം ഇതുണ്ടോ അവിടെ. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ കാണാം. ഇതിപ്പോൾ ജോയ്സ്റ്റിക്ക്, ഇതാണ് പോസിങ്. ഓക്കെ, ഇത് നോക്കാം. നമ്മുടെ ഇത് ഇൻവെൻട്രി സ്ലോട്ടാണ്. ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ ഇൻവെൻട്രി ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ ഓക്കെ, നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാച്ചുറുള്ള സാധനം നമുക്ക് ഈ 4 സ്ലോട്ടിലില്ലേ കണ്ടോ, ഈ 4 സ്ലോട്ടിലുള്ള അത് ഒരു സ്ലോട്ടിലിട്ടാൽ ഇതുകൊണ്ടോ ഈ സംഭവം കാണിക്കും കണ്ടോ. അത് ഇവിടെ ഇതുകൊണ്ടോ അവിടെ പ്ലാന്റ്സ് കണ്ടോ. ഈ സാധനത്തിൽ ചുമ്മാ ക്ലിക്ക് ചെയ്താൽ മതി. നമുക്കിതെല്ലാം പ്ലാന്റ്സ് ആയിട്ടുണ്ട്. എന്നിട്ട് സ്റ്റിക്ക് വേണം, പിന്നെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ. പക്ഷേ ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ എന്ന് വെച്ചാൽ ഇതിപ്പോൾ ചെറുതായിട്ടുണ്ട്. ഈ ചെറിയ ക്രാഫ്റ്റിംഗ് ടേബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ചെറിയ സംഭവങ്ങൾ മാത്രം ഉണ്ടാക്കാം. പക്ഷേ ഈ ക്രാഫ്റ്റിംഗ് എന്ന് വെച്ചാൽ വലിയ സംഭവം ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് എനിക്കറിയില്ലാത്ത എന്നെ കണ്ട് പഠിച്ചോ. ഇതിപ്പോൾ ഞാൻ ഇവിടെ വെക്കുന്നു, പിന്നെ ഒന്നുകൂടി ഒരു ക്ലിക്ക് കൊടുക്കുന്നു. ഇവിടെ ഇതുകൊണ്ടൊന്ന് ഒരു 9 സ്ലോട്ട് ഉണ്ട് കണ്ടോ. ഇതല്ലേ പറഞ്ഞു. ഓക്കെ,
നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ഇതൊരു ടൂൾസ് ഉണ്ടാക്കണം. ടൂൾസ് ഞാൻ പ്രോയാണ്ട് ഞാൻ ആക്സ് എടുക്കുന്ന, പക്ഷെ ഞാൻ സോഡൊന്നും എടുക്കത്തില്ല, അതന്നെ കാര്യം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ടൂൾസ് ഉണ്ടാക്കിയിട്ട് ഇതാണ് നമ്മുടെ ആക്സ്. അത് കഴിഞ്ഞാൽ ഇത് പിക്കാക്സ്. ആക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ, ഈ തടിയൊക്കെ വെട്ടാൻ ഭയങ്കര എളുപ്പമുള്ള സംഭവമാണ്. ഈ പിക്കാക്സിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഓരോന്ന് കണ്ടോ, ഇവിടെ ബെല്ലുണ്ട്, മണി സക്കെ മണി പൈസ. എന്തൊരു ജോക്കാണ് അത്. വേണമെങ്കിൽ എനിക്കറിയില്ലായിരിക്കും, പക്ഷെ എനിക്ക് പാടിയിട്ട് ചെറുതായിട്ട് തെറ്റിപ്പോയി. സോറി ഗേസ്. ഇതെന്ത് ഒച്ചയാടാ, വൃത്തിക്കിട്ട ഒച്ച. ഇത് വെച്ച് നമുക്ക് സൗണ്ട്, നമുക്ക് പാട്ടുണ്ടാക്കാം. ഓക്കെ, ഇതുകൊണ്ട് സ്ട്രക്ചറും ഉണ്ടോ മറ്റേ നമ്മുടെ കണ്ടോ, ഒരാളുടെ വീണ്ടും മണ്ടേ കൂടി കയറിയോ. നോക്കുമ്പോൾ ഒരുത്തൻ്റെ വീണ്ടും മണ്ടേ കൂടി കയറിയിട്ടത് കൊണ്ടോ കാണിക്കുന്നുണ്ടോ. ഓക്കെ, നമുക്കിപ്പോൾ ആദ്യം ചെയ്തിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഇത് കാണും, അത് നമുക്കിങ്ങനെ മൈൻഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോണാണ്. നമ്മൾ സ്റ്റോൺ ഇങ്ങനെ മൈൻഡ് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റോൺ എന്തിനാണ് മൈൻഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റോൺ മൈൻഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തോന്നു, അതെനിക്ക് ലാഗായണ്ടാണ്. ഇടയ്ക്ക് ഇങ്ങനെ ഗ്ലിച്ചുള്ളതുണ്ട്, അതിനകത്തൊരു കുഴപ്പം. പിന്നെ നമ്മളിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്, വീണ്ടും നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ വെക്കുമ്പോൾ നമുക്ക് സ്റ്റോണായിട്ടുള്ള ടൂൾസ് ഇത് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. 2 ടൂൾസായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഞാനിപ്പോൾ. ഇതിപ്പോൾ സ്പീഡ് സ്റ്റോൺ എന്ന് വെച്ചാൽ ഗുഡനേക്കാൾ കുറച്ച് സ്പീഡുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ വില്ലേജ് ആയതുകൊണ്ട് നമ്മളിപ്പോൾ നോക്കുമ്പോൾ നമ്മൾ ഒരാളുടെ വീടിലോട്ട് കയറുമ്പോൾ നമുക്ക് എന്തെങ്കിലും അടിച്ചു മാറ്റാൻ ഉണ്ടോ നോക്കട്ടെ. അടിച്ചു മാറ്റാനായിട്ട് നമ്മൾ ആ സീക്രട്ടാണ് ഗൈസ്. പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. ഓക്കെ, ഒരു ബെഡ് എടുക്കട്ടെ. ഓക്കെ, ഒരു ബെഡ് കിട്ടിയിട്ടുണ്ട്. ബെഡെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവരെ അടിച്ചു മാറ്റാനായിട്ട് കുറേ പിന്നെ കുറേ ചേട്ടാ ഞാനൊന്നും എടുത്തില്ല കേട്ടോ, ഞാനിവിടെയൊക്കെ ഞാൻ ആദ്യമായിട്ടൊക്കെ വന്നിട്ടുള്ള. ഓക്കെ, ഇവിടെ എന്തെങ്കിലും അടിച്ചു മാറ്റാൻ എന്തെങ്കിലും ഉണ്ടോ. ഇവിടെ ഇതുണ്ടോ, ക്രോപ്സ് ഉണ്ട്, ക്രോപ്സ് ഒക്കെ എടുക്കാം. നമുക്ക് കുറച്ച് നമ്മുടെ ഈ സ്ലോട്ടിലൊന്നും മാറ്റാം, കൈയുള്ള സ്ലോട്ടിലാക്കട്ടെ. ഓക്കെ, ഒന്നുമില്ലാത്ത സ്ലോട്ടിൽ പിടിക്കുമ്പോൾ നമുക്കിങ്ങനെ പറക്കാം. മരം മൊത്തം അടിച്ചു മാറ്റുക. അങ്ങനെ വെക്കുമ്പോൾ അടുത്ത് കൂടി അടിച്ചു മാറ്റും. കുറേ അതാണ് ഇത് വില്ലേജർ. ഇതെന്താടാ, ഇവൻ്റെ മൂക്കെന്താടാ, മൂക്ക് കണ്ടോ ഗൈസ്, നിങ്ങൾ കണ്ടോ ഇവൻ്റെ മൂക്ക് കണ്ടോ, ഇവൻ്റെ വായനേക്കാൾ ഇവൻ്റെ ഈ കഴുത്ത് വരെ ഉണ്ട് ഈ മൂക്ക്. ഓക്കെ, ഇത് ട്രേഡ് എന്ന് പറഞ്ഞ സംഭവം കാണിക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ വില്ലേജ് കണ്ടിട്ടിട്ട് ഇപ്പോൾ ഈ ആൾക്കാരൊക്കെ മൊത്തം ഇതുകൊണ്ടോ, ഭയങ്കര റിച്ച്. എൻ്റെ അമ്മ ഓസിയിട്ട് ജീവിക്കുന്ന പോലെ. എൻ്റെ അമ്മ ക്യാരറ്റെല്ലാം പറിച്ചാ വരിക്കൊണ്ട് വെക്കുമോ. അയ്യോ, അമ്മ ക്യാരറ്റ് എടുത്തു. ഈ ഫാർമർ ഭയങ്കര പൊട്ടന്മാരാ. ഇവിടെ കുട്ടാ, നിനക്ക് ക്യാരറ്റ് വേണോ? ഇവനെങ്ങനെ തീറ്റിപ്പിക്കുന്നു, എങ്ങനെ തിന്നത്തില്ലേ, തിന്നത്തില്ലെങ്കിൽ പോടാ. അയ്യോ പൂച്ച. ഭയങ്കര ഫൺ ഗെയിം ആണല്ലോ ഇതിപ്പോൾ. നിങ്ങളൊക്കെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ ഒരു ലൈക്ക് അടിക്കുകയോ സബ്സ്ക്രൈബ് ചെയ്യുകയോ ഷെയർ ചെയ്യുക. നമ്മളിപ്പോൾ നമ്മുടെ ഒരു ചെറിയൊരു ബുക്കോ, ഒരു ചെറിയ ലൈബ്രറി മേലോട്ട് എന്തെങ്കിലും ഉണ്ടോ, ഇല്ല. ബാൽക്കണി ഓക്കളാ. നിൽക്കുക എൻ്റെ ക്യാമറ ഒന്ന് മാറ്റി നോക്കട്ടെ.
എന്നെ കാണാൻ ഇപ്പം ഇതെന്തൊരു സ്കിന്നാ ഗൈസ്. എനിക്കൊരു വൃത്തികെട്ട സ്കിന്നാണല്ലോ ഞാൻ ഇട്ടേക്കുന്നത്. എനിക്ക് സ്കിൻ ചേഞ്ച് ചെയ്യാൻ പറ്റും നോക്കട്ടെ. ഓക്കെ നോക്കട്ടെ. ഇതെന്താണ് ഒരു സ്കിൻ ചേഞ്ച്? ഓക്കെ എനിക്കൊരു സ്കിൻ ചേഞ്ച്. ഓക്കെ ഇതെന്താണ്? ക്യാരക്ടർ ആൻഡ് ക്ലാഷ് സ്കിൻ ഡിഫറൻസ്. ഇതെന്താന്ന് കിട്ടാത്ത? ഓ അത് എടുക്കാൻ പറ്റുന്നില്ല. ഞാൻ അത് മറന്നു. എന്ന് വെച്ച് കഴിഞ്ഞല്ലേ പുതിയ അപ്ഡേറ്റ് വന്നുകൊണ്ട് അത് എടുക്കാൻ പറ്റത്തില്ല. അത് ഞാൻ സ്കിൻ പാക്ക് വെച്ച് അത് എടുക്കേണ്ടി വരും. ഓക്കെ നമ്മളിപ്പോൾ തൽക്കാലം ഇങ്ങനത്തെയാണ് നമ്മളിപ്പോൾ. ഓക്കെ നമ്മൾ ബാൽക്കണിയിൽ കയറി നിൽക്കേ ഗൈസ്. നമ്മളിവിടെ ഒരുത്തിനെ കാണുന്നുണ്ട്. നമ്മൾ മറ്റേ ആ ഇരുമ്പുള്ളവനില്ലേ അവനൊന്ന് തട്ടണം. എനിക്ക് തട്ടാനുണ്ട്. എനിക്ക് അവനൊന്ന് തട്ടണം. ഓഫ് ഗൈസ് ഒരു കാര്യമുണ്ട്. ഇവനെ ഒറ്റയടിക്ക് തീർക്കും. അതുകൊണ്ടില്ലേ അതുകൊണ്ട് അയൺ ഗോൾ എന്ന് പറഞ്ഞതുകൊണ്ടോ എൻ്റെ ഓട്ടം കണ്ടോ എൻ്റെ അമ്മോ. അതെന്ന് പറഞ്ഞൊരു ആളിനെ കൊല്ലാൻ അത്ര എളുപ്പമൊന്നുമല്ല. നമ്മളെക്കാൾ പവർഫുള്ളാണ്. ഈ എൻ്റെ അടുത്ത് വരില്ലേ? ഇല്ല അത് ചുമ്മാ ആക്ടിങ്ങാണ് ഭയങ്കര. ഓക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ രണ്ടടിക്ക് നമ്മൾ ചാകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 10 ഹാർട്ട് താഴെ ഇത് കാണാൻ പറ്റും. ഒരു 10 ഹാർട്ട് കാണാം. പിന്നെ ഹങ്കർ കാണാൻ പറ്റും. അവനെ എങ്ങനെ തീർക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവനെ തീർക്കാൻ പറ്റും നോക്കട്ടെ. ഓക്കെ ഗൈസ് അവനെങ്ങനെ തീർക്കാനുള്ള ട്രിക്കൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ചുമ്മാ ഇങ്ങനെ ഓക്കെ ഞാൻ ചുമ്മാ സാധാരണ പോലെ കൊല്ലാൻ നോക്കും. അയ്യോ രാത്രി കണ്ടോ യു ഡേറ്റ്. ഓക്കെ നമ്മളിപ്പോൾ ചത്തേക്കുവാണ്. അതിൻ്റെ കലിപ്പ് കൊണ്ട് ഇറങ്ങി. നിന്നെ ഞാൻ കാണിച്ചു തരാം. വില്ലേജിൻ്റെ കാര്യം മേളിൽ കൂടി കയറിക്കും. അതിന് ഞാനിന്ന് കാണിച്ചു തരാം. എൻ്റെ സാധനങ്ങൾ ഇങ്ങനെ കളിച്ചാൽ നൂബാ കേട്ടോ. നമ്മൾ പ്രോ സ്കില്ലൊന്ന് കാണിക്കണ്ടേ? നമുക്കൊന്ന് കാണിച്ച് നോക്കിയല്ലോ. പക്ഷെ പ്രോ സ്കില്ല് എനിക്ക് കാണിക്കാൻ തോന്നില്ല. നമുക്ക് 3 പ്രാവശ്യം പ്രോ സ്കില്ല് കാണിക്കാം. അയ്യോ എനിക്ക് ചെറിയ ലാഗ് കേസ്. അവനെ അടിക്കാൻ പോലെ. ഓക്കെ ഓടിക്കോ. ഫുഡ് കഴിച്ചോ? ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ ഹെൽത്ത് റീജനറേറ്റ് ആവും. വരുന്നു. ഓക്കെ നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ എൻ്റെ അടുത്തോട്ട് വരും. ഇറ്റപ്പോൾ കാലമാടൻ ദേ വരുന്നു. എന്നെ പഞ്ഞിക്കിടാൻ വരുന്നു. ഞാൻ എന്നാ ചെയ്യും? ഓഫ് എന്നെ ഓടിപ്പിക്കുന്ന ഗൈസ്. എന്നെ ഓടിപ്പിച്ച് എന്നെ വിടുന്നില്ലടോ. അടിപൊളി. ഇങ്ങനെയെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാ? ഓടിക്കോ. ഓക്കെ തിരിച്ച് വില്ലേജ് എത്തിയിട്ട് കാലമാടന് ഗൈസ് എൻ്റെ ടെമ്പറി ബ്ലോക്ക് ഇല്ല. അയ്യോ ഞാൻ മൂഞ്ചി. എൻ്റെ ഗൈസ് എൻ്റെ ടെമ്പറി ബ്ലോക്ക് ഇല്ല. നിനക്ക് അങ്കരല്ലേ പ്രോ പ്ലെയർ എന്താന്ന്? അയ്യോ എടോ ഇവ ഒടുക്കത്തെ ഡാമേജ് കേട്ടോ. ഒടുക്കത്തെ ഡാമേജാണ്. അയ്യോ ഞാൻ ചത്ത് ഗൈസ്. അയ്യോ അവൻ അടിച്ച് പറപ്പിക്കും ഗൈസ്. അവൻ്റെ ഒറ്റൊരു കൈ 2 കൈ വെച്ച് വീശുമ്പോൾ ഞാൻ പറന്നിട്ടില്ല. കണ്ട ഗൈസ് അങ്ങനെ കൊല്ലാൻ കുറച്ച് പാടാണ്. അവനെ തീർക്കാനൊരു വഴിയുണ്ട് ഗൈസ്. പക്ഷെ ഞാൻ കുറച്ച് നിൽക്കേ എനിക്ക് ദേഷ്യം വരുന്ന നിന്നെ തീർക്കും. നിന്നെ തീർക്കും. എടാ പോടി കാടേ. നീ എന്നെ തിരിച്ച് ചൊറിഞ്ഞുണ്ടല്ലോ. നിന്റെ അറ്റപ്പെടുക്കും ഞാൻ.
അയ്യോ, ഇങ്ങനെ അവനെ ചിലപ്പോൾ റിവെഞ്ച് ചെയ്യണമെങ്കിൽ നമുക്കാദ്യം ഓക്കെ നമുക്ക് ഇപ്പോൾ അവനെ കൊല്ലാൻ അങ്ങനെ പറ്റത്തില്ല. നമുക്കൊരു കാര്യമുണ്ട്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് അവനെ കൊല്ലണമെങ്കിൽ കുറച്ച് സിമ്പിളാണ്. അപ്പോൾ അവനടിച്ചിട്ട് പെട്ടെന്ന് ഓടിയിട്ട് നല്ല പ്ലെയിനായിട്ട് നല്ല ഫ്ലാറ്റായിട്ടുള്ള സ്ഥലത്ത് നമ്മളിങ്ങനെ 3 പ്രാവശ്യം 1 2 1 3 അതാകുമ്പോൾ അവൻ്റെ അടുത്തോട്ട് ഇങ്ങനെ കലി കയറി വരും. അതാകുമ്പോൾ അവനെന്നെ അടിക്കാൻ പറ്റില്ല. 3 ഹൈറ്റിൽ എന്നെ പറപ്പിക്കാൻ പറ്റത്തില്ല. അതാകുമ്പോൾ അയ്യോ എൻ്റെ സോഡില്ല. കുഴപ്പമില്ല. ഗെയിം കൺട്രോളർ സൂര്യയോടാണോ കളിക്കുന്നത്? എന്നെ അറിയത്തില്ല. ഓക്കെ, എന്താ നോക്കി പഠിക്കുന്നേ? ഓ ചാടുന്നു. ഓക്കെ ഗൈസ്, നിങ്ങളിതേ എൻ്റെ സാധനങ്ങൾ എല്ലാം കിട്ടി. എൻ്റെ ഇൻവെൻ്ററി 10 ആക്രിയാണല്ലോ. എൻ്റെ ആക്രിയെല്ലാം തിരിച്ചെടുക്കുന്നത് പണ്ടാരടുങ്ങാനായിട്ട്. അയ്യോ, ഞാൻ എൻ്റെ ടൂൾസൊന്നും ഇല്ല, അല്ലെങ്കിൽ അവനെ പെട്ടെന്ന് തീർക്കാമായിരുന്നു. അയ്യോ, ചാടുന്ന ചത്തു കേട്ടോ. അയ്യോ, ഇതാ പറഞ്ഞേ പവറേഷ്. എൻ്റെ വില്ലേജ് ഇതിപ്പോൾ നമ്മുടെ ഈ വില്ലേജ് ആകുമ്പോൾ ഒത്തിരി ആൾക്കാരൊക്കെ കാണുന്നുണ്ട്. നമുക്ക് രാത്രിയാകുമ്പോൾ കുറേ മോബ്സ് ഇറങ്ങുമ്പോൾ സീനാണ് ഗൈസ്. എനിക്ക് ഇത് കളിക്കുന്ന അറിയുന്ന ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ ഞാൻ പറയുന്നത്. ഓക്കെ, രാത്രിയാകുമ്പോൾ ഭയങ്കര പ്രശ്നമായിരിക്കും. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ അയൺ ഗോളത്തിനേക്കാൾ എൻ്റെ അമ്മോ കുറേ മോബ്സ് ഉണ്ട്. പിന്നെ ഒരു കാര്യമൊക്കെ ഉണ്ട്, എനിക്ക് നൈറ്റ് വിഷനൊക്കെ ഉണ്ട്. ഓക്കെ ഗൈസ്, ഇതൊക്കെയാണ് വില്ലേജസ്. ഇതിപ്പോൾ ഒത്തിരി എക്സ്പ്ലോറൊക്കെ ചെയ്തിട്ടില്ല. നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്ത് അടുത്ത നമ്മുടെ എപ്പിസോഡ് 1 ആണ് ആദ്യത്തേത്. അയ്യോ, എൻ്റെ ഹാർട്ട് പോയി. ഓക്കെ, ആപ്പിൾ കിട്ടോ. ഐ ലവ് ആപ്പിൾ. എന്തൊരു കുട്ടോ, ഈ ആപ്പിൾ തിന്നില്ലെങ്കിൽ നിന്നെ ഞാൻ അടിച്ചു കൊല്ലും. ആപ്പിൾ എന്താ ഇങ്ങനെ കഴിക്കുന്നത്? ഞാൻ എന്തുകൊണ്ടോ ഓക്കെ ഗൈസ്, ഞാൻ കുറച്ച് കല്ലെടുക്കട്ടെ. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ ഈ കളി. നമുക്ക് സർവൈവൽഡ് എന്ന് വെച്ചാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇത് നമുക്ക് ഒരു ബ്ലോക്കിൻ്റെ ഒരു കളർ ബ്ലോക്ക് ഇത് കിട്ടി. കളറല്ല, കറുത്തത്. നമ്മുടെ ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇൻവെൻ്ററി സ്ലോട്ടിൽ കാണിക്കും. കോളാണിത് ഗൈസ്. ഇതൊക്കെ കോളാണ്. ഇതൊക്കെ നമ്മുടെ വില്ലേജിൻ്റെ സൈഡിൽ ഇങ്ങനത്തെ കല്ലുള്ള സ്ഥലത്ത് ഇങ്ങനെ കാണാൻ പറ്റും. ഈ വില്ലേജസ് ഒത്തിരി ഓസിയായിട്ട് നമുക്ക് ജീവിക്കാമല്ലേ. ഓക്കെ, അയ്യോ ഒരുത്തൻ്റെ ഇതുണ്ടോ, ഈ ദുഃഖം ഉണ്ടെന്ന് തോന്നുന്നു. അവൻ ഇങ്ങനെ അന്തം വിട്ട് അവിടെ നോക്കുക. ഇതേ 2 എണ്ണം അതുകൊണ്ടോ 2 എണ്ണം നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് ഞാൻ ഓരോ എപ്പിസോഡ് നിങ്ങൾക്ക് ചുമ്മാ കണ്ടു നോക്ക്. നിങ്ങൾക്ക് എപ്പോഴും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഇപ്പോൾ എപ്പോഴും കളിക്കുമ്പോൾ. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ, നമ്മുടെ ക്രാഫ്റ്റ് മാൻ 5 സർവേ വേൾഡിൻ്റെ ഇതായിരിക്കും നമ്മുടെ എപ്പിസോഡ്. ഇത്രേ ഉള്ളൂ. നമുക്കിനി അടുത്ത എപ്പിസോഡിൽ നമുക്കിനി കാണാം. ഇനി വീണ്ടും വീഡിയോസ് നമ്മൾ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് കുറേ കാര്യങ്ങൾ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഗ്രൈൻഡ് ചെയ്ത് ചെയ്യും. ഓക്കെ, സീ യു, ടാറ്റ, ബൈ ബൈ.